നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാനിലെ ചബഹാർ, മ്യാൻമാറിലെ സിറ്റ്വേ എന്നിവയ്ക്ക് പിന്നാലെ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖ നിയന്ത്രണവും ഭാരതത്തിന്. ചൈനയ്ക്കുള്ള കടുത്ത വെല്ലുവിളിയാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനയുണ്ടാക്കുന്ന സ്വാധീനം ശക്തമായി ചെറുക്കാനുള്ള ഭാരത സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായും ഇതിനെ വിലയിരുത്തുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് മോംഗ്ല. ഒന്നാമത്തേത് ചിറ്റഗോങ്. ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആകും ഇനി മോംഗ്ല തുറമുഖം പ്രവർത്തിപ്പിക്കുക. മാരിടൈം സിൽക്ക് റോഡ് പദ്ധതിയുടെ മറവിൽ ചൈന പാകിസ്ഥാനിലെ ഗദ്വാർ തുറമുഖം മുതൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജിംബൂട്ടി വരെ നിയന്ത്രണം സ്വന്തമാക്കിയിരുന്നു. ജിംബൂട്ടിയിൽ 78 ദശലക്ഷം ഖത്തറിൽ നിന്ന് $1.6 ബില്യൺ ചൈന മുടക്കിയത്. തന്ത്രപരമായി വലിയ നേട്ടമാണ് ഭാരതത്തിനത്. ഒപ്പം മൂന്നാം മോദി സർക്കാരിന്റെ വിജയവും ഭാരതത്തിന്റെ വാണിജ്യ വ്യാപാര കുതിപ്പിനും ഇത് വഴിയൊരുക്കും. 2018 ബംഗ്ലാദേശിലെ 2 തുറമുഖങ്ങളിലും ഭാരതത്തിന് സമ്പൂർണ്ണ കയറ്റിറക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. ഇത് ഭാരത ബംഗ്ലാ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കി. സമീപകാലം വരെ ബംഗ്ലാദേശിലെ പ്രധാന നിക്ഷേപകരിൽ ഒന്നാണ് ചൈന. ചിറ്റഗോങ് തുറമുഖത്തിനും അവർക്ക് വലിയ നിക്ഷേപമുണ്ട്. കൊൽക്കത്ത തുറമുഖത്തിനടുത്താണ് മോംഗ്ല തുറമുഖം എന്നത് ഭാരതത്തിന് ഗുണകരമാവും. ബംഗ്ലാദേശിന്റെ വടക്കുള്ള ഖുൽന നഗരത്തിലാണ് മോംഗ്ല തുറമുഖം. ബംഗാൾ ഉൾക്കടലിലെ ഈ തുറമുഖം പശുവർ നദിക്കും അടുത്താണ്. 1950 സ്ഥാപിച്ചു. ചുറ്റും സുന്ദർബാൻ കണ്ടൽക്കാട്, 11 ജെട്ടികളും 8 വെയർഹൌസുകളും തുറമുഖത്തേക്ക് റെയിൽവേയുമുണ്ട്. 225 മീറ്റർ നീളമുള്ള കപ്പലുകൾക്ക് വരെ ഇവിടെ എത്താം. ഇക്കഴിഞ്ഞ മെയ് 14 ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ 10 വർഷത്തെ നിയന്ത്രണം ഭാരതത്തിന് ലഭിച്ചത്. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ആണ് ഇതും പ്രവർത്തിപ്പിക്കുന്നത്. മ്യാൻമാറിലെ സിറ്റ്വേ തുറമുഖ നിയന്ത്രണം ലഭിച്ചത് ഈ ഏപ്രിൽ 15 ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് തന്നെയാണ് അനുമതി. 100% കേന്ദ്ര സർക്കാർ സ്ഥാപനമാണിത്. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് തുറമുഖ ജലപാത മന്ത്രാലയത്തിന് കീഴിലാണ്. മ്യാൻമാറിലെ റാഖിലാണ് സിറ്റ്വേ തുറമുഖം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.